നിറവിലേക്ക് സ്വാഗതം. ദൈവം മനുഷ്യത്വം സ്വീകരിക്കുവാൻ അവലംബിച്ച മാർഗം മറിയമാണ്. അതുപോലെ ക്രിസ്തുവിനെ സമീപിക്കാൻ നാം സ്വീകരിക്കേണ്ട മാർഗവും മറിയമായിരിക്കണം. വിശുദ്ധ അഗസ്റ്റിൻ്റെ ഈ വാക്കുകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ശിഖ രാജേഷ് ആലപിക്കുന്ന കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ എന്ന ഗാനത്തോടെ നമുക്ക് നിറവാരംഭിക്കാം. ചെയ്താലും സ്നേഹിക്കും, നന്മകൾ ചൂണ്ടിക്കാണിക്കും. തെറ്റു ചെയ്താലും സ്നേഹിക്കും, നന്മകൾ ചൂണ്ടിക്കാണിക്കും. സ്നേഹത്തിൻ മലർത്തേനുണ്ണാൻ നല്ല കുഞ്ഞുങ്ങളെ ചേർത്തവനെ, സ്നേഹത്തിൻ മലർത്തേനുണ്ണാൻ നല്ല കുഞ്ഞുങ്ങളെ ചേർത്തവനെ. നീ വരൂ പൂന്തിങ്കളായി, നീ വരൂ പൂന്തെന്നലായി. നീ വരൂ പൂന്തിങ്കളായി, നീ വരൂ പൂന്തെന്നലായി. മക്കൾക്ക് നൽകുന്ന പാഠപുസ്തകം നമ്മൾ തന്നെ ആയാലോ? ബ്രദർ ബോണി ചെല്ലാനമാണ് ഈ ചോദ്യം നമ്മോട് ചോദിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. പ്രശസ്ത സാഹിത്യകാരനായ നഥാനിയൽ ഹോത്തൂണിനെ കുറിച്ച് ഒരു സംഭവ കഥ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ കൊച്ചുമകൾ റോസുമായിട്ട് ഒരുമിച്ച് ഒരു ദിവസം ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തുകയാണ്.
രോഗികൾ താമസിക്കുന്ന ഓരോ വാർഡുകളിലൂടെയും തൻ്റെ കൊച്ചുമകൾ റോസുമായിട്ട് അദ്ദേഹം അവരെ കണ്ടുകൊണ്ട് നടന്നു പോകും. ഓരോരുത്തരെയും കണ്ട് വിശേഷങ്ങൾ അന്വേഷിച്ച് അവരോട് ആശ്വാസവചനങ്ങൾ പറഞ്ഞ് അവർക്ക് സാന്ത്വനങ്ങൾ നൽകി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാം കണ്ട് ഈ കൊച്ചുമകൾ റോസ് ഇദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ച് അദ്ദേഹത്തോടൊപ്പം നടക്കുന്നു. അദ്ദേഹം മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു ബെഡിൽ നിറയെ ശരീരത്തിൽ നിറയെ വ്രണങ്ങളായി ചോരയും പഴുപ്പുമെല്ലാം ഇങ്ങനെ ഒഴുകുന്ന ദുർഗന്ധം പരത്തുന്ന അവസ്ഥയിൽ ഒരു പെൺകുട്ടി ബെഡിൽ കിടക്കുന്നവർ കാണുകയാണ്. ആ പെൺകുട്ടി ഇവർ വരുന്നത് നേരത്തെ തന്നെ നോക്കി നിൽപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ തൊട്ടരികിൽ ഇവരെത്തിയപ്പോൾ ഈ നഥാനിൽ ഹോത്തോണിൽ എന്തോ ഒരു വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി അദ്ദേഹത്തോട് പറഞ്ഞു, സർ, എന്നെ ഒന്ന് എഴുന്നേൽക്കാൻ സഹായിക്കാവോ? പെട്ടെന്ന് ഹോത്തോൺ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. കാരണം അത്രമാത്രം ദുർഗന്ധമുണ്ട് ആ ശരീരത്തിൽ. എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. അദ്ദേഹം പതറിപ്പോയി. എങ്ങനെ തൊടുമെന്നറിയില്ല. ഒരു നിമിഷത്തേക്ക് ഒന്ന് പതറിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയാതെ. എന്നാൽ അടുത്ത നിമിഷം അദ്ദേഹം അത് താൻ ചെയ്യേണ്ടതാണ്, താൻ മാത്രമേ അത് ചെയ്യാനുള്ളൂ എന്ന തിരിച്ചറിവിൽ ഓടിച്ചെന്ന് വേഗത്തിൽ ആ പെൺകുട്ടിയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു ചുംബനം നൽകി. അദ്ദേഹം എഴുതി വെക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഇത്രയും ധീരമായൊരു കാര്യം ഞാൻ ഇതിന് മുൻപേ ചെയ്തിട്ടില്ല, അതിന് ശേഷവും ചെയ്തിട്ടില്ല. അത്രയ്ക്കും ഒരു ധീരമായൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. കൊച്ചുമകൾ റോസ് അത് കണ്ട് അത്ഭുതപ്പെട്ടു. പിന്നീട് ഈ നഥാനിൽ ഹോത്തോണിൻ്റെ കൊച്ചുമകൾ റോസ് വളർന്നു വലുതായി. ആ റോസാണ് സുഖപ്പെടാത്ത ക്യാൻസർ രോഗികളുടെ ദാസികൾ എന്ന് പറയുന്ന സന്യാസ സമൂഹം രൂപപ്പെടുത്തിയത്. റോസ് പിന്നീട് പറഞ്ഞു, എൻ്റെ ഗ്രാൻഡ് ഫാദർ എനിക്ക് തന്ന മാതൃകയാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്ന് ആരംഭിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നല്ല മാതൃകകൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും മക്കൾക്കും കൊടുക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയൊരു പാഠപുസ്തകം വേറൊന്നില്ല. അതിൽ നിന്ന് അവർ പഠിക്കും. അതവരുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായ ജീവിതമാക്കി മാറ്റും. ഒരു സംഭവം കൂടി പങ്കുവയ്ക്കാം. ഒരിക്കലും എറണാകുളത്തുള്ള കപ്പല് പള്ളിയിൽ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് വേണ്ടി നേരത്തെ പോയി ഒരുങ്ങുകയാണ്. 5:30 വിശുദ്ധ കുർബാന. 5 മണി കഴിഞ്ഞപ്പോഴേ പള്ളിയിൽ ചെന്ന് ബെഞ്ചിലിരുന്ന് കണ്ണുകൾ അടച്ച് കുർബാനയ്ക്ക് പ്രാർത്ഥിക്കേണ്ട സമർപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർത്തെടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പള്ളിയുടെ വശങ്ങളിലുള്ള വാതിലിലൂടെ കാണാം ഒരു മാരുതി വാൻ വന്ന് നിൽക്കുന്നു. വണ്ടി വരുന്നതിൻ്റെ സ്വരം കേട്ടതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ വാൻ വന്നു നിൽക്കുന്നു. അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഒരാൾ വേഗത്തിൽ പുറത്തേക്ക് വന്ന് വണ്ടിയുടെ പുറകിലൂടെ വന്ന് ഇപ്പുറത്തെ ഫ്രണ്ട് ഡോറ് തുറന്ന് ആ സീറ്റിലിരിക്കുന്ന സ്ത്രീയെ 2 കൈയും കൊണ്ട് കോരിയെടുത്ത് ഒരു കുഞ്ഞിനെ കൊണ്ടുവരുന്നത് പോലെ പൊക്കിയെടുത്തുകൊണ്ട് പള്ളിയിലെ ബെഞ്ചിൽ കൊണ്ടുവന്നിരുത്തുന്നു. പിന്നാലെ പുറകിലത്തെ സീറ്റിൽ നിന്ന് ഡോറ് തുറന്ന് 2 പെൺകുട്ടികൾ അവരും വരുന്നു. ഭാര്യയും ഭർത്താവും 2 മക്കളുമാണ്. ഈ ചേട്ടൻ ചേച്ചിയെ കൊണ്ടുവന്ന് ബെഞ്ചിലിരുത്തിയിട്ട് മക്കളെയും അടുത്ത് നിർത്തിയിട്ട് ബാഗെല്ലാം ഈ ചേച്ചിയുടെ അരികത്ത് വെച്ചിട്ട് ഓടിപ്പോയി
വണ്ടിയെടുത്ത് പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയിട്ടു. തിരിച്ച് വീണ്ടും വന്ന് ഈ ചേച്ചിയുടെ അടുത്ത് നിന്നു. കുർബാന തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ആ ചേച്ചിയുടെ അരികത്ത് കൈകൂപ്പി പിടിച്ച് നിൽക്കുന്ന ഈ ചേട്ടനും 2 മക്കളും എന്നെ വല്ലാതെ സ്വാധീനിച്ചു. കുർബാനയുടെ ഇടയ്ക്ക് ഞാൻ ഇവരെ ശ്രദ്ധിക്കും. തളർന്നുപോയ ഭാര്യയെ ഒരു കുഞ്ഞിനെ പോലെ എടുത്തു കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് ബെഞ്ചിലിരുത്തിയിട്ട് കുർബാനയ്ക്ക് ഒരുമിച്ച് നിന്ന് കൂടി. ഇടയ്ക്ക് ആ ചേച്ചി പതുക്കെ ഒന്നിങ്ങനെ കണ്ണിങ്ങനെ മേളിലേക്ക് കൊണ്ടുവരുമ്പോൾ ചേട്ടൻ ചുണ്ടിൻ്റെ അടുത്തേക്ക് ചെല്ലും ചെവിയുമായിട്ട്. എന്താണ് പറയുന്നത് മുഴുവൻ തിരിയില്ല. ആ ചേച്ചി പറയുന്നത് എന്താണെന്ന് ശ്രദ്ധയോടെ കേട്ടിട്ട് അത് അപ്പം തന്നെ ചെയ്തു കൊടുക്കും. കർച്ചീഫ് ചോദിക്കുമ്പോൾ കർച്ചീഫ്, എന്താണ് ആവശ്യം, ചുരിദാറിൻ്റെ ഷോൾ കൃത്യമായിട്ടിടാൻ എല്ലാത്തിനും സഹായിക്കുന്നു. മക്കൾ കൈകൂപ്പി പിടിച്ച് ഇതെല്ലാം കണ്ടു നിൽക്കും. കുർബാന കഴിഞ്ഞപ്പോൾ, കുർബാന നടക്കുമ്പോൾ തൊട്ട് തന്നെ എൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട് അവരെ ഒന്ന് പരിചയപ്പെടണം. കുർബാന കഴിഞ്ഞപ്പോൾ എല്ലാവരും പതുക്കെ പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് കടന്നുപോയി. ഈ ഫാമിലി കുറേ അധികം നേരം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനും കുറച്ചു നേരം പ്രാർത്ഥിച്ചതിന് ശേഷം ഇവരുടെ അടുത്തേക്ക് ചെന്ന ഉടനെ പരിചയപ്പെടാനായിട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് കൈകൂപ്പി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചിയും ഇങ്ങനെ തളർന്ന കൈകൾ ഉയർത്തി സ്തുതിയായിരിക്കട്ടെ, വളരെ പരിചയത്തോടെ, വളരെ സ്നേഹത്തോടെ, എന്തൊരു സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ചേച്ചി പറഞ്ഞു, ഷാലോൺ TV-യിൽ എപ്പോഴും കാണുന്ന മുഖം, അതുകൊണ്ട് നേരത്തെ അറിയാം. അപ്പോൾ എനിക്ക് വളരെയധികം ഒരു അടുപ്പം തോന്നി. എന്നിട്ട് ആ ചേച്ചി പറഞ്ഞു, കഴിഞ്ഞ 12 വർഷമായി തളർന്നിരിക്കുക. ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ എന്നെ നോക്കി ഇവിടത്തോളം എത്തിച്ചു. ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് ചേട്ടൻ ഓഫീസിൽ പോകുന്നത്. ഇന്നേ വരെ ഒരു കാര്യത്തിനും കുറവ് വരുത്തിയിട്ടില്ല. സ്നേഹം മാത്രം തന്നു. പ്രിയമുള്ളവരെ, തൊട്ടരികത്ത് നിൽക്കുന്ന ആ കുഞ്ഞുമക്കൾക്ക് മറ്റെന്തെങ്കിലും പാഠപുസ്തകം വേണോ ജീവിതത്തിൽ? ഇതിലും നല്ല മാതൃക എവിടെ കിട്ടും? തങ്ങളുടെ തളർന്നു പോയ അമ്മയെ ഒരു പരാതിയുമില്ലാതെ, ഒരു കുത്തുവാക്കുകളുമില്ലാതെ, ഒരു മടുപ്പുമില്ലാതെ എത്ര സ്നേഹത്തോടെയാണ് അപ്പൻ ശുശ്രൂഷിക്കുന്നത്. ഇതിലും വലിയ ഏത് പാഠപുസ്തകം വേണം മക്കൾക്ക്? നല്ല മാതൃകയാണ് നമ്മുടെ മക്കൾക്കുള്ള നല്ല പാഠപുസ്തകം. നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ അവരെ ഉപദേശിച്ചു കൊടുക്കുന്നു എന്നുള്ളതൊന്നുമല്ല, എങ്ങനെ നമ്മൾ ജീവിക്കുന്നു എന്നതാണ് അവർ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, എന്ത് പ്രവൃത്തികൾ ചെയ്യുന്നു, അതങ്ങനെ തന്നെ അവർ പകർത്തി നമുക്ക് ജീവിതമാക്കി തിരിച്ചു നൽകും. ഓസ്ട്രേലിയയിൽ നിന്നിറക്കിയ ഒരു ചെറിയൊരു വീഡിയോ കഴിഞ്ഞിടയിൽ കണ്ടു. മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നുവോ അത് മക്കൾ അതേപടി അനുകരിക്കുന്ന ഒരു വീഡിയോ. നമുക്ക് അത്ഭുതം തോന്നും. ഡാഡി സിഗരറ്റ് വലിച്ചു പുകച്ച് വഴിയിൽ കളയുന്നത് കാണുന്ന കുഞ്ഞുമകൻ അത് തന്നെ ആവർത്തിക്കുന്നു. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എതിരെ വരുന്ന കാർ ഡ്രൈവറോട് ക്ഷോഭിക്കുന്ന അപ്പനെ കണ്ട് അത് അതേപടി അനുകരിക്കുന്ന പിൻസീറ്റിലിരിക്കുന്ന മകൻ. എന്ത് കൊടുക്കുന്നുവോ അതവർ അനുകരിക്കുമെന്നതിൽ സംശയമില്ല. അമ്മയെ അതികഠിനമായി ദ്രോഹിക്കുന്ന ഡാഡി, കൈവച്ച് തല്ലുന്ന അപ്പൻ, സ്വന്തം അമ്മയെ കൈവച്ച് തല്ലുന്ന അപ്പനെ കണ്ടുകൊണ്ട് കുഞ്ഞുമകനും അവൻ്റെ മമ്മിയെ തല്ലുന്നു. ഇങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന
നമുക്ക് അതിശയം തോന്നുന്ന രീതിയിലാണ് കുഞ്ഞുങ്ങൾ അനുകരിക്കുന്നത്. നല്ല പ്രവൃത്തികൾ അവർക്കായിട്ട് നൽകാൻ കഴിഞ്ഞാൽ, നല്ലൊരു ജീവിതം അവർക്കായിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ, അതാണ് അവർക്കുള്ള ഏറ്റവും നല്ല പാഠപുസ്തകം. അതവർ കാണും, അതവർ ജീവിതത്തിൽ അനുവർത്തിക്കും. അങ്ങനെ വിശുദ്ധരായ മക്കൾ നമുക്കും സഭയ്ക്കും നാടിനും നൽകാനായിട്ട് നമുക്ക് കഴിയും. നല്ലൊരു ഉദാഹരണമുണ്ട്, മരിയ ഗുരുത്തിയുടെ അമ്മ. ആ അമ്മ നിരന്തരം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. മദ്യപാനിയായി ജീവിതത്തിൽ അലസനായിട്ട് നടക്കുന്ന ഭർത്താവ്, സ്വന്തമായി ജോലിയെടുത്ത് കുടുംബം പോറ്റുന്ന അമ്മയ്ക്ക് കുറ്റം വിധിക്കാനാണെങ്കിൽ 100 കാര്യങ്ങളുണ്ട്. അതിൻ്റെ നടുവിലും അവർ ശാന്തമായി നിന്നുകൊണ്ട് മകൾക്ക് നല്ലൊരു മാതൃകയായി പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. ആ കുഞ്ഞു കുട്ടി തൻ്റെ കൗമാരപ്രായത്തിൽ അമ്മയുടെ ജീവിതവും അമ്മയുടെ വാക്കുകളും അവൾക്ക് നല്ലൊരു പാഠപുസ്തകമായിരുന്നു എന്ന് തെളിയിച്ചു. അങ്ങനെ സഭയ്ക്ക്, ലോകത്തിന് വിശുദ്ധയായ ഒരു മരിയ ഗുരുത്തിയെ ലഭിച്ചു. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് വിശുദ്ധരായ മക്കളെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. നല്ല മാതൃകകൾ അവർക്കെന്നും നല്ല പാഠപുസ്തകങ്ങളാണ്. അങ്ങനെ മക്കൾക്ക് പഠിക്കാൻ കഴിയുന്ന നല്ല പുസ്തകങ്ങളാവാൻ നമുക്കേവർക്കും കഴിയട്ടെ. ആമേൻ. പുതിയ വീഡിയോയും അതിലെ ദൈവചിന്തയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ ജ്ഞാനവും പ്രവൃത്തികളും പലപ്പോഴും നമ്മെ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഒടുവിൽ നമ്മൾ അറിയാതെ പുഞ്ചിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മെ കാത്തിരിക്കുന്നത്. Hi, I'm Alice Dunn. My daughter Annabelle, she's starting with you today. She's a bit shy at the moment. she's got a little. Oh yes, good. Well, come and say hello. Oh, I see. Go on, darling. You'll be fine. You sure you don't want to take it off? Class, this is Annabelle. She's come all the way from Western Australia. Stop over there next to Bethany there. Shush. Say hello, please, Bethany. Hello. Do you prefer Anna? Yes, Harry. But there's already an Anna, Mr. Ballbegs. We'll just stick with Annabelle then. So, class, where were we up to? Ah, yes. Tony takes a tumble. The hill was high, the valley was wide. The leaves were all in a jumble. The wind was whistling. The clouds were forming. The sky was beginning to crumble. Sure-footed he stepped, so high on the right,
So careful that he didn't stumble. Annoyed and unsure, Maybe you're supposed to be the Easter bunny. He Why don't you give us an continued his egg, you ride. little weirdo rabbit? angrily started to grumble. He had to hold on, not to do anything wrong. But everything started to fumble. The lightning cracked. The thunder went boom. Ow! The whole country was starting to rumble. Was that you, Aiden? No. Very disappointing. Look, let's forget about all the fuss and carry on, shall we? His balance was funny. His legs felt like honey. And Tony took his tumble. But he claimed that he meant it. And despite his best effort, it was anything but humble. Lost in his thoughts and direction, of course. His mind was a mosaic of mumble. He couldn't see clearly. Though he wanted to dearly. His footsteps were more like a bumble. Class! Stop that! Here, give that to me. Mr. Borbage's 2-3 class, please make your way to the school hall for your class photo. Oh my god. അബദ്ധത്തിൽ പറ്റിപ്പോയതാവണം തൻ്റെ മുഖത്ത് വരച്ചു ചേർത്ത താടിമീശ കൂട്ടുകാർ കണ്ട് കളിയാക്കും എന്ന ഭയത്തിൽ ആ പെൺകുട്ടി ബണ്ണിയുടെ മുഖമൂടിയുമായാണ് തൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എത്തുന്നത്. തങ്ങളുടെ മുഖത്തും താടിമീശ വരച്ചു ചേർത്ത് കൂട്ടുകാർ അവളെ തങ്ങളുടെ ഭാഗമാക്കുന്നു, തങ്ങളിൽ ഒരുവളായി മാറ്റുന്നു. നമ്മുടെ ഇടയിൽ പലരും വിവിധ കാരണങ്ങളാൽ വ്യത്യസ്തരാണെന്നോ ഒറ്റയ്ക്കാണെന്നോ ഒക്കെയുള്ള തോന്നലുകളാണ് നമ്മുടെ കൂടെയുള്ള പലരെയും ഉൾവലിയാനും ജീവിതത്തിൽ നിന്ന് തിരികെ നടക്കാനും പ്രേരിപ്പിക്കുന്നത്. ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി മുടി നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ വിഷമത്തിൽ പങ്കുചേരാൻ വേണ്ടി സ്വന്തം മുടി വടിച്ചു കളഞ്ഞിട്ടുള്ള അനേകരെ കണ്ടിട്ടുണ്ട്. നീ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ എന്ന സന്ദേശം നൽകാൻ വേണ്ടി. ഇതിനേക്കാൾ വലിയ മറ്റെന്ത് സന്ദേശമാണ് നമ്മുടെ കൂടെയുള്ളവർക്ക് കൊടുക്കുവാനായി നമ്മുടെ കയ്യിലുള്ളത്? അതിന് രൂപസാദൃശ്യത്തിൽ അവരെ പോലെയാകണം എന്ന് നിർബന്ധമില്ല. കൂടെ ഇരിക്കാനും വിധിക്കാതെ കേൾക്കാനും കൂടെ നടക്കാനുമുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. ദൈവം മനുഷ്യത്വം സ്വീകരിക്കുവാൻ അവലംബിച്ച മാർഗം മറിയമാണ്. അതുപോലെ ക്രിസ്തുവിനെ സമീപിക്കുവാൻ നാം സ്വീകരിക്കേണ്ട മാർഗവും മറിയമായിരിക്കണം. വിശുദ്ധ അഗസ്റ്റിന്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ, ആശ്വാസ